ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിക്കും. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്നും നാളെ രാവിലെ 6:30 പുറപ്പെടുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പൌരത്വം നിർണ്ണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീം കോടതി. അസമിലെ ഫോറിനേഴ്സ് ട്രൈബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ച 27 പേരുടെ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3ാം പതിപ്പാണിത്. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ലധികം വസ്ത്ര ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കും. തമിഴ്നാട്ടിലെ മധുരയ്ക്ക് സമീപം 2 ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 6 പേർ മരിച്ചു. 7 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റ 15 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. സംസ്ഥാനത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്ക് സഹായം അഭ്യർത്ഥിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായി മന്ത്രി ബിന്ദുകൃഷ്ണ ചർച്ച നടത്തി. ഡൽഹിയിൽ ശ്രം ശക്തി ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. കേരളത്തിലെ IT കമ്പനികളിലെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട നടപടി മന്ത്രി ബിന്ദുകൃഷ്ണ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ സംസ്ഥാന ജില്ലാതല അവാർഡ് വിതരണം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R. സുഗതന്റെ സത്യപ്രതിജ്ഞ നാളെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ നടക്കും. രാവിലെ 11 മണിക്ക് ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിലായിരിക്കും സത്യപ്രതിജ്ഞ. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ അറിയിക്കുകയായിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. വ്യാജ മാരത്തോൺ രജിസ്ട്രേഷൻ തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി കേരള പോലീസ്. വെബ്സൈറ്റുകൾ, ഇൻസ്റ്റഗ്രാം എന്നിവ വഴി പ്രമുഖ ബാങ്കിന്റെ വ്യാജ മാരത്തോൺ പരസ്യങ്ങൾ പ്രചരിപ്പിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായും ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പ് നൽകി. ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ വനിതകൾ. ഇംഗ്ലണ്ടിനെതിരെ ലോർഡ്സിൽ നടന്ന ടെസ്റ്റിൽ ഇന്ത്യക്ക് 270 റണ്ണിന്റെ തകർപ്പൻ ജയം. 1ാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186-ന് അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. ലോർഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബിർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. ലക്ഷദ്വീപിലെ ആദിവാസി ജനവിഭാഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും കാർഷിക ഭൂമി വിനിയോഗത്തിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരാനും നിലവിലുണ്ടായിരുന്ന ഭൂമി കൈമാറ്റ നിയമങ്ങളിൽ വിപുലമായ ഭേദഗതികൾ വരുത്താൻ ഔദ്യോഗിക നീക്കവുമായി ലക്ഷദ്വീപ് ഭരണകൂടം. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ VBG റാംജി പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം എറണാകുളം ജില്ലയിൽ സന്ദർശനം നടത്തി. ജൂലൈ 15 വരെ എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലാണ് സംഘം സന്ദർശനം നടത്തുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. നഗരത്തിലെ തോടുകളും പാതയോരങ്ങളും മാലിന്യക്കൂമ്പാരമായി മാറിയെന്ന് പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് അടിയന്തരവും ഫലപ്രദവുമായ മാലിന്യ സംസ്കരണത്തിന് കോർപ്പറേഷൻ സെക്രട്ടറി മുൻകൈയെടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി $232 ബില്യൺ അധികമാണെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 11.37% വളർച്ച രേഖപ്പെടുത്തിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.